ദേശീയപാത 66 നിർമ്മാണ കാലാവധി കഴിയാൻ മാസങ്ങൾ ശേഷിക്കവേ പല റീച്ചിലും നിർമ്മാണ പുരോഗതി പകുതിയിൽ താഴെ. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്പനികളുടെ വാദം. പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ 2025 പാത യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ആശങ്ക. കല്ലിന്റെയും മണ്ണിന്റെയും ക്ഷാമം, തൊഴിലാളികളുടെ അപര്യാപ്തത, കൂടുതൽ അടിപ്പാതകൾക്കായി സമ്മർദ്ദം, കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടങ്ങിയവയാണ് ദേശീയപാത 66 നിർമ്മാണത്തെ ബാധിക്കുന്നത്. 2025 ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്ന റോഡിലെ പല റീച്ചുകളിലും നിർമ്മാണം 30% ഉള്ളൂ. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വികസനത്തിനാണ് കൂടുതൽ പ്രതിസന്ധി. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കരാർ കമ്പനികൾ സമ്മർദ്ദം ചെലുത്തി കാലാവധി നീട്ടുകയാണിപ്പോൾ. തമിഴ്നാട്ടിൽ നിന്ന് കല്ല് വരുന്നതിനാൽ നിർമ്മാണം നിർത്തിവെച്ചിട്ടില്ല. ചില കമ്പനികൾ ആവശ്യത്തിന് തൊഴിലാളികളെ നിയോഗിക്കാത്തതും പ്രശ്നമാണ്. മാഹി ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ്, തലപ്പാടി, ചെങ്ങള എന്നീ റീച്ചുകളിലാണ് 50%-ലേറെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ബാക്കി പല റീച്ചുകളിലും 30%-ൽ താഴെയും അതിൽ തന്നെ 15%-ൽ താഴെ പണി പൂർത്തിയാക്കിയ റീച്ചുകളും ഉണ്ട്. പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാതകൾക്കായി തദ്ദേശീയരുടെ സമരങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങിയാൽ 2025 ദേശീയപാത പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കുക അസാധ്യമാകും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.